ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നോ ഫിൽറ്റർ വീഡിയോ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നോ ഫിൽറ്റർ വീഡിയോ തന്നെയാണ് ഇടാറുള്ളത്. എന്നാലും ഇന്ന് കമ്മലും മലയൊന്നും ഇടാതെയാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇന്നൊരു കല്യാണം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ആരുടെ കല്യാണം, എന്ത് കല്യാണം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്പുറത്തൊരാൾ ഇരിപ്പുണ്ട്. ആളുടെ അടുത്ത് പോയിട്ട് അവളെയും കൂടെ വിളിച്ചിരുത്തിയിട്ടുള്ള ഇൻട്രോ തരാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഹലോ. അപ്പോൾ ഞങ്ങൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. കല്യാണം എന്ന് പറയുമ്പം ഇത് എൻ്റെ നാത്തൂനല്ലേ അല്ലേ, എൻ്റെ നാത്തൂൻ്റെ കല്യാണം. ഓക്കെ. അപ്പോൾ നാത്തൂൻ്റെ കല്യാണം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം ആ വീഡിയോയ്ക്ക് ഇൻട്രോ ഒന്നും തരാനായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊരു ഇൻട്രോ ഞങ്ങൾ തരികയാണ്. അപ്പോൾ നിനക്ക് എന്താണ്, നാത്തൂൻ്റെ പേരാണ് വിസ്മയ. അത് ഈ നാത്തൂൻ്റെ ഭർത്താവാണ് അവിടെ കിടക്കുന്നത്. ഈ നാത്തൂൻ്റെ അമ്മയാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് അവിടെ ഇവിടെയൊക്കെ സൈഡായിട്ടുണ്ട്. എൻ്റെയൊക്കെ കോലം കണ്ടില്ലാരും തുപ്പും. ഞങ്ങളുടെയൊക്കെ കോലം ഭയങ്കര മോശമാണ്. ഓക്കെ. അപ്പം വിസ്മയാണ് ബ്രൈഡിൻ്റെ പേര്, വിജയ് ഗ്രൂമിൻ്റെ പേര്. അപ്പം എന്താ പറയാനുള്ളത് വിസ്മയോടും വിജയോടും? ഹാപ്പി മാരീഡ് ലൈഫ്. അത്ര മാത്രമേ ഉള്ളൂ. നന്നായി ജീവിക്കട്ടെ, അടി ഉണ്ടാക്കരുത്, തല്ലുകൂടരുത്. ഓക്കെ. അപ്പം കുറച്ചൊക്കെ വീഡിയോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അതെ. അപ്പം റിസപ്ഷൻ എപ്പോഴാടി? ട്യൂസ്ഡേ, ചൊവ്വാഴ്ചയാണ് റിസപ്ഷൻ. അപ്പോൾ അതിന് ഞങ്ങൾ ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നടക്കും ഞങ്ങൾക്കറിയില്ല. യെസ്. അപ്പോൾ നടന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബൈ. ആക്ച്വലി രാവിലെ അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാൻ കുറച്ച് ലേറ്റായിട്ടാണ്. വേറൊന്നുമല്ല, പ്രശാന്തൻ്റെ തലേദിവസം മീറ്റിംഗ് ഉണ്ടായത് കാരണം ലേറ്റായിട്ടാണ് എത്തിയത്. പിന്നെ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി. പിന്നെ തെന്നുവാണെങ്കിലും ഭയങ്കര ഉറക്കച്ചടപ്പിലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടാണ് കയറ്റിയത്. അപ്പം അമ്മൂനെ ഞാൻ ഫ്രണ്ടിലിരുത്തി, പ്രശാന്തേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. കുറച്ച് സ്പീഡിൽ പോകേണ്ടി വന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിസ്മയ ഉണ്ടായിരുന്നില്ല. വിസ്മയ ഫോട്ടോഷൂട്ടിന് പോയേക്കുമായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും, അതായത് നമ്മുടെ റിലേറ്റീവ്സൊക്കെ ട്രാവലറിൽ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് എവിടെയാണെന്ന് ശരിക്കും ഇതിൻ്റെ സ്പോട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. അവസാനം അവരെത്തുമ്പോഴത്തേക്കും ഞങ്ങൾ അകത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇത് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പം അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റില്ല, പുറത്ത് വെച്ചിട്ട് എല്ലാവരുടെയും കല്യാണം നടക്കുമല്ലോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അങ്ങനെ അവിടെ പോയി നിന്നു. പെട്ടെന്നായിരുന്നു കല്യാണം. 5 മിനിറ്റ് കൊണ്ട് എല്ലാം പെട്ടെന്ന് കണ്ണ് തുറക്കുന്ന മുമ്പ് തന്നെ കഴിഞ്ഞു പോയി. അപ്പം ഇതാണ് ഗ്രൂമിൻ്റെ അച്ഛൻ, അതാണ് ഗ്രൂം. ഇപ്പോൾ യോ പറഞ്ഞില്ലേ, അതാണ് നമ്മുടെ അടിപൊളി ഗ്രൂം വിജയിൻ്റെ മദർ. റിലേറ്റീവ്സ് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സ്. അവരൊക്കെ അല്ലറ ചില്ലറ പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും തെന്നും കുറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കിപ്പോയി. പിന്നെയാണ് അവസാനം വേർത്ത് കുളിച്ച് വന്ന ബ്രൈഡിനെ ഞങ്ങൾ കണ്ടത്. പിന്നെ അവരകത്തോട്ടൊക്കെ കയറി. അവരായിരുന്നു അകത്ത് കയറിയത്. ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റത്തില്ലായിരുന്നു, കാരണം അവർക്ക് പാസ് ഉണ്ടായിരുന്നു. അങ്ങനെ അകത്ത് അവർ കയറി കല്യാണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. പക്ഷേ വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫറിൻ്റെ കയ്യിലായിരുന്നു ഞാൻ എൻ്റെ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ നന്നായി എടുത്തു തന്നതുകൊണ്ട് ഇന്ന് എനിക്ക് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പം ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കല്യാണത്തിന് സാക്ഷിയാകുന്നത്. അപ്പോൾ സന്തോഷം. വിസ്മയ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നിന്ന് ഞാൻ നേർന്നുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. 1000 വർഷങ്ങൾ അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ ഇടയാവട്ടെ. സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് ഇടവരുത്തട്ടെ ദൈവം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ അതുല്യയും റിച്ചിയാണ് അതുല്യയുടെ ഹസ്ബൻഡിൻ്റെ പേര്. അപ്പം അതുല്യയും റിച്ചിയും ഒരുപാട് ഓടി നടന്ന് അവസാനം ഒരേ ഒരു പെങ്ങളുണ്ടായിരുന്നു. അവളെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പം അവരുടെ ഒരു മാനസികാവസ്ഥ കുറച്ചൊക്കെ വിഷമം ഉണ്ടാവും. എങ്കിൽ പോലും അവർ നന്നായി ചെയ്തു എന്നുള്ളത് കാണുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ അവരുടെ കല്യാണം ഭംഗിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്നും അടുത്ത് നിന്ന് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറഞ്ഞിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. കാരണം റിച്ചിയുടെയും അമ്മയും അപ്പയും കൂടെയില്ല. അപ്പം റിച്ചിയുടെയും വിസ്മയുടെയും. അപ്പം അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് കല്യാണം ഇത്ര മനോഹരമായി നടന്നു എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഗ്രൂം വിജയ് ശരിക്കും ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. ബാംഗ്ലൂർ ബേസ്ഡ് ഇൻ ദ സെൻസ് വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂരാണ്.
പിന്നെ വീട് പാലക്കാടാണ്. വിസ്മയ വർക്ക് ഫ്രം ഹോമാണ്, ഒരു ഓൺലൈൻ വർക്ക് ചെയ്യാണ്. അപ്പം എറണാകുളത്തായിരുന്നു. അപ്പം വിസ്മയ അങ്ങോട്ടേക്ക് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇങ്ങനത്തെ എനിക്ക് ചടങ്ങുകളെ പറ്റി അധികം പറയാൻ അറിയത്തില്ല, പക്ഷേ എങ്കിലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. മോതിരമൊക്കെ കൈമാറുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനൊരു വോയിസ് ഓവർ കൊടുത്താൽ കുറച്ച് ആർഭാടമായി പോവും, എന്തെങ്കിലും തെറ്റുകളും വരും കേട്ടോ. പിന്നെ ഇവരുടെ ചടങ്ങുകൾ എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല, പക്ഷേ വീഡിയോയിലൂടെ മനസ്സിലാവുന്നു ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വീഡിയോ കണ്ടപ്പം ശരിക്കും എനിക്ക് കുറച്ച് ഇമോഷണലായിട്ട് തോന്നി. എങ്കിലും നല്ല ഭംഗിയായി കല്യാണമൊക്കെ കഴിഞ്ഞ് പെങ്ങളെ വരൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം ആ ഒരു കർത്തവ്യം റിച്ചി ബ്രദർ നന്നായിട്ട് ചെയ്തു. അപ്പം ഇത് കുറച്ച് ഇമോഷണൽ സീനായിരുന്നു എനിക്ക് കേട്ടോ. കാരണം വിസ്മയ നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലി മെമ്പർ പോലെയായിരുന്നു. അപ്പോൾ വിസ്മയ ഇനിയിപ്പം അവരുടെ ഫാമിലിയിലോട്ട് പോകുമ്പം നമുക്ക് എന്തായാലും അതൊരു കുറവ് തന്നെയായിരിക്കും. നമ്മളുടെ അടുത്ത് നിന്ന് വേറൊരാൾ പോകുന്ന സമയത്ത് നമുക്കൊരു കുറവ് തന്നെയായിരിക്കും. പക്ഷേ സന്തോഷം മാത്രം, അവൾ നല്ലൊരാളുടെ കൂടെ ജീവിക്കുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് മംഗളമായി കഴിഞ്ഞു. പിന്നെ അവരുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം റിലേറ്റീവ്സ് എല്ലാവരും കൂടെ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും സ്പ്ലിറ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ ഷഫിൾ ചെയ്ത് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെയും കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ എല്ലാവരും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തത് കൊണ്ട് തന്നെ നല്ല ഫോട്ടോസൊക്കെ കിട്ടി. പക്ഷേ എനിക്കൊന്നും കൈ കിട്ടിയിട്ടില്ല കേട്ടോ, അതാണ് ഞാൻ ഇടാത്തത്. പിന്നെ കുറേ റിലേറ്റീവ്സിൻ്റെ രമ്യ ചേച്ചി, പ്രശ്ന ചെറിയമ്മ ഉണ്ടായിരുന്നു, ബേബി ചെറിയമ്മ ഉണ്ടായിരുന്നു, ശാന്തവില്യമ്മ ഉണ്ടായിരുന്നു, മണിയമ്മ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഇനി ഓരോരോ എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. കാരണം ഒരുപാട് റിലേറ്റീവ്സ് ഉള്ള ഒരു ഫാമിലിയാണ് പ്രശാന്ത് ഏട്ടൻ്റെ. അപ്പം എനിക്ക് തന്നെ പഠിച്ചെടുക്കാൻ ഇപ്പോഴും എനിക്ക് കുറേ പേരുടെ പേരറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് കൺഫ്യൂഷനാവും. അതുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല ഇതിനെപ്പറ്റി. പിന്നെ ഇവർ കുറച്ച് ഫാമിലി ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു, ഫാമിലി ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ച് തന്നെയായിരുന്നു. എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ കല്യാണം വിറ്റ്നസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വെച്ച് ഞങ്ങളെല്ലാവരും സംതൃപ്തി അടയുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു അടിപൊളി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്കല്ല റൂമിലേക്കാണ് പോയത്. അതിനു മുമ്പ് ഞങ്ങളുടെ ഈ ഫോട്ടോഷൂട്ട് കുറച്ച് കുളമായിപ്പോയി. സാധാരണ എല്ലാ കല്യാണങ്ങൾക്കും നന്നായിട്ട് തെന്നൂസ് ഫോട്ടോയ്ക്ക് സ്മൈൽ ചെയ്യുന്നതാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ഭയങ്കര മോശമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇപ്പോൾ പ്രക്ഷോഭം ഉണ്ടായിരുന്നില്ല. പ്രക്ഷോഭിൻ്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മിസ്സാക്കാൻ പറ്റാത്തത് കൊണ്ട് അവനെ റെപ്രസെൻ്റ് ചെയ്തും കൂടി ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു കേട്ടോ. അങ്ങനെ ആ ഒരു കല്യാണം കഴിഞ്ഞു. പിന്നെ എല്ലാ വീട്ടിൽ നിന്നും ഓരോ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവരെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ ഇങ്ങനൊരു ഒരു വീഡിയോയും കൂടെ എടുത്തു. പിന്നെ നമ്മളുടെ യൂത്ത് പിള്ളേരുണ്ടായിരുന്നു. യൂത്ത് പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മുടെ കസിൻസ്. പ്രശാന്തനാണ് മൂത്തത്. അതുകൊണ്ട് തന്നെ ഇളയവർ ആരും കല്യാണം കഴിച്ചിട്ടില്ല, ബ്രദേഴ്സ്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കൂടുന്ന സമയത്ത് ശരിക്കും നല്ലൊരു വൈബാണ് കേട്ടോ. ചേച്ചീന്ന് വിളിച്ച് പുറകെ നടക്കും. നമ്മൾക്ക് എല്ലാവർക്കും ഒരേ ലെവൽ ഓഫ് തിങ്കിങ് ആണ്. പിന്നെ ഇത് റിച്ചി ബ്രദറിൻ്റെ ഫിലിം കമ്പനിയിലോ അവരുടെ ഇൻഡസ്ട്രിയിലുള്ള കുറേ ആൾക്കാരാണ്. പിന്നെ ഇവർ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പം റൂമിലോട്ടൊക്കെ വന്ന് ഇത് രജിസ്റ്റർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് തിരക്കിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോയതാണ്. പക്ഷേ എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി. രാവിലെ 9 മണിയൊക്കെയാണ് കല്യാണം കഴിഞ്ഞതാണ്. പക്ഷേ രജിസ്റ്ററൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 12 മണി 1 മണിയൊക്കെ കഴിഞ്ഞു. അത്രയും ലേറ്റായി. പിന്നെ ആ ഓഡിറ്റോറിയത്തിൽ ഇവർ താമസിച്ച ഹോട്ടലിൽ തന്നെ ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു പാലും പഴവും അങ്ങനത്തെ കൊടുക്കുമല്ലോ, നമ്മൾ മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പം ആ ചടങ്ങായിരുന്നു അത്. വിജയ്ക്ക് ഒരു ബ്രദറാണുള്ളത്, അജയുടെ വൈഫാണ്. ആക്ച്വലി എനിക്ക് പേരറിയില്ല കേട്ടോ. അപ്പം അവരൊരു നേപ്പാൾ ബേസ്ഡാണ് ആ ചേച്ചി. പിന്നെ ഉണ്ടായിരുന്നത് അവരുടെ റിലേറ്റീവ്സ് കുറേ പേരുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മധുരമൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ റൂമിലോട്ട് വന്നു. കാരണം ഭയങ്കര ചൂടാണ്, പുറത്ത് മഴയുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ AC ഒക്കെ ഇട്ട് റൂമിലിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണവും കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ റൂമിൽ പോയി കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ അത്രയേ ഉള്ളൂ.